പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്ത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവകയിലെ പാലുക്കൽ കോറെപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൽ അനേകം വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിനെ പറ്റിയാണ്. ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടു. അതിനകത്ത് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റായ വ്യാഖ്യാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ആരുമല്ല, ഷിബു പീഡിയേക്കൽ എന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ, നമ്മൾ അതിന് മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ കമൻറ്റുകൾ നോക്കിയപ്പോൾ യാക്കോബായ സഭയിലെ അച്ഛന്മാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ലേ എന്നൊരു കമൻറ്റ് കണ്ടു. അപ്പോൾ ഞാനതിന് 1-2 പ്രസ്താവനകൾ കമൻറ്റിൽ എൻ്റേതായിട്ട് കൊടുത്തു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ യാക്കോബായ സഭയിലെ അച്ഛന്മാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തായിട്ട് കണ്ടു. അപ്പോൾ ഇതിനൊരു മറുപടി പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27:51 മുതൽ അങ്ങോട്ട് വായിക്കാം. ഉടനെ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ 2ആയി കീറിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കല്ലറകൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ചിരുന്ന അനേകം വിശുദ്ധരുടെ ശരീരങ്ങൾ പുനരുദ്ധാനം ചെയ്തു. അവർ പുറത്തു വരികയും തൻ്റെ ഉയർപ്പിന് ശേഷം അവർ വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് അനേകർക്ക് കാണപ്പെടുകയും ചെയ്തു. അനേകം വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പുനരുദ്ധാനം ചെയ്തു. അവർ പുറത്തു വരികയും തൻ്റെ ഉയർപ്പിന് ശേഷം അവർ വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് അനേകർക്ക് കാണപ്പെടുകയും ചെയ്യും. ഇതാണ് ആ തിരുവാക്യം. അതിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത് അദ്ദേഹം സത്യവേദ പുസ്തകമാണ് വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് അല്പം വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ കർത്താവിൻ്റെ മരണത്തിലാണ് ഈ അത്ഭുതം നടന്നത്. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കല്ലറകൾ തുറന്നു, മരിച്ചവരുടെ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ പുനരുദ്ധാനം ചെയ്തു. തൻ്റെ ഉയർപ്പിന് ശേഷം അവർ പട്ടണങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. മരണം നടന്ന സമയത്ത് തന്നെയാണ് ഈ ഉയർപ്പ് നടന്നത്. അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, കർത്താവിൻ്റെ ഉയർപ്പോടു കൂടിയാണ് വിശുദ്ധന്മാരുടെ ഉയർപ്പ് നടന്നതെന്നാണ് ഇവിടെ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ശവക്കല്ലറകൾ തുറന്നു, മരിച്ചവരുടെ ശരീരങ്ങൾ പുനരുദ്ധാനം ചെയ്തു. തൻ്റെ ഉയർപ്പിന് ശേഷം, അതായത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം അവർ പട്ടണത്തിൽ പ്രവേശിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ തെറ്റായ വ്യാഖ്യാനം എന്തുകൊണ്ടാണ് അദ്ദേഹം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തോട് പറയുന്ന ഖബറുകൾ തുറന്നു, ഉയർത്തത് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷമാണ്. കർത്താവിൻ്റെ ഉയർപ്പിന് തൊട്ട് പിന്നാലെ തന്നെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഉയർപ്പോടുകൂടി ഉയർത്തെഴുന്നേറ്റുന്ന വ്യാഖ്യാനം വരാം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ. അത് തെറ്റാണ്. ഒരുപാട് കാരണങ്ങൾ ഇതിനെപ്പറ്റി വ്യാഖ്യാനിക്കാറുണ്ട്. ഒന്ന്, പുനരുദ്ധാന ശരീരത്തോടുകൂടി അവർക്ക് പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അതിനു മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊരു അത്ഭുതമായിട്ട് മാത്രം കണ്ടാൽ മതി. ഭൂമി ഉലങ്ങി, പാറകൾ പിളർന്നു, ശവക്കല്ലറകൾ തുറന്നു, മരിച്ചവരുടെ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു.
ആ കർത്താവിൻ്റെ മരണത്തിൽ സംഭവിച്ച ഒരു അത്ഭുതം പോലെ കണ്ടാൽ മതി. മരിച്ചവർ ഒരാഴ്ച മുമ്പ് ലാസറിനെ ഉയർപ്പിച്ചുള്ളൂ. ലാസറിനെ എല്ലാവരും കാണുകയും ചെയ്തു ആ പ്രദേശത്ത്. അതുപോലുള്ള ഒരു അത്ഭുതമായിട്ട് ഇത് കണ്ടാൽ മതി. ഇതിനത്ര അധികം വിശദീകരണമൊന്നും വേണ്ട. വിശദീകരിക്കുമ്പോഴേ തെറ്റായ വിശദീകരണം കൊടുക്കരുത്. മത്തായി മാത്രമേ ഇത് പറയണ്ടുള്ളൂ. മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനൊന്നും ഇതിനെപ്പറ്റി പറയുന്ന പോലുമില്ല. ഈ ശവകല്ലറകൾ തുറന്ന കാര്യമൊന്നും അത് ഇത്ര വ്യക്തമായിട്ട് പറയുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാരണം, ഉയർപ്പിൻ്റെ ശരീരമാണെങ്കിൽ തേജസ്കരണം ഉണ്ടാവും. കർത്താവ് തേജസ്കരിക്കപ്പെട്ടാണ് ഉയർത്തെഴുന്നേറ്റത്. ഇവർക്ക് ആ തേജസ്കരണമില്ല. അതുകൊണ്ട് അവർക്ക് പട്ടണത്തിൽ പ്രത്യക്ഷപ്പെടാം. തേജസ്കരണമുള്ള ശരീരമായിരുന്നെങ്കിൽ പട്ടണത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ പലർക്കും നല്ല ആർക്കും അവരെ നോക്കാൻ പറ്റില്ല. അവരുടെ തേജസ് മൂലം നമ്മുടെ കണ്ണുകൾക്ക് മങ്ങലേൽക്കാം. കർത്താവിൻ്റെ അത്ര തേജസ് അവർക്ക് കിട്ടില്ല, അത് സമ്മതിക്കണം. പക്ഷെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തേജസ്കരണം സംഭവിച്ചെങ്കിലും ആ തേജസ്കരണം മറച്ചു വയ്ക്കുവാൻ കർത്താവിന് സാധിച്ചു. നമുക്കത് സാധിക്കില്ല. ഈ ഉയർത്ത വിശുദ്ധന്മാർക്കത് സാധിക്കില്ല. മറച്ചു വയ്ക്കാൻ പറ്റൂല. അപ്പോൾ പട്ടണത്തിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റൂല, അവർക്ക് മറ്റുള്ളവർക്ക് കാണപ്പെടാൻ പറ്റൂല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവർ തേജസ്കരണം പ്രാപിച്ചല്ല ഉയർത്തത്. ലാസറും തേജസ്കരണം പ്രാപിച്ചല്ല ഉയർത്തത്. ലാസറും ഈ വിശുദ്ധന്മാരും ഇനി മരിക്കാനുള്ളവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവരിനി മരിക്കാനുള്ളവരാണ്. അവർ തേജസ്കരണം പ്രാപിച്ച് കർത്താവിനോടുകൂടി സ്വർഗാരോഹണം ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം അവസാനം പറയുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. തേജസ്കരണം പ്രാപിക്കാത്ത ശരീരത്തിന് ഒരിക്കലും സ്വർഗം പ്രാപിക്കാൻ സാധ്യമല്ല. വിശുദ്ധന്മാരെന്നോട് പറയുന്നത് വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. ചിലപ്പോൾ വിശുദ്ധന്മാരുണ്ടായൊക്കെ ഉയർപ്പിൽ പേരുകളൊന്നും പറയുന്നില്ലല്ലോ. പൗലോസ്ലീഹ തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വിശ്വാസികളെ പറ്റി വിശുദ്ധന്മാരെന്ന് പറയുന്നത് എല്ലാവരും വിശുദ്ധന്മാരെന്ന് അദ്ദേഹം പറയും. അപ്പോൾ ഇവിടെ വിശ്വാസികളാണ് ഉയർത്തത് എന്ന അർത്ഥത്തിൽ നാം അതിനെടുത്താൽ മതി. തന്നെയുമല്ല, സ്വർഗാരോഹണത്തിന് മുമ്പ് പർദീസയിൽ പ്രവേശിച്ചിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. ഇവർ കർത്താവിനോടുകൂടെ സ്വർഗാരോഹണം ചെയ്തെന്ന് പറഞ്ഞാൽ അത് വലിയ അബദ്ധമാണ്. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസര നിൻ ജീവസ്വരമതുണർത്തണമേ. കബരീനുദ്യാനത്തിലേക്ക് പ്രവേശിച്ചിട്ട് വേണം സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അത് ന്യായവിധിക്ക് ശേഷമാണ്. ഇവർക്ക് ന്യായവിധിയുണ്ട്. ഈ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർക്ക് ന്യായവിധിയുണ്ട്. ന്യായവിധിയിൽ നിന്ന് അവർ ഒഴിവല്ല. അങ്ങനെ കർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ഉയർപ്പിന് മുമ്പ് ഒരു ഉയർത്തെഴുന്നേൽക്കാൻ കാരണം. ഒരു അത്ഭുതമായിട്ട് കണ്ടാലും മതി അത്. അപ്പോൾ ഏലിയാവും ഹാനോക്കും ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്ന അവർ പോയത് പർദീസയിലേക്കാണ്. രണ്ടാമത്തെ വരവിന് ശേഷമേ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമേ നമുക്ക് സ്വർഗവും നരകവും ഒക്കെ ഉള്ളൂ. വേറെ പല സഭക്കാരങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. മരിച്ച ഉടനെ സ്വർഗത്തിലേക്ക് പോകുന്നു. കത്തോലിക്ക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭകളൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ വിശ്വാസം. പക്ഷെ നമുക്ക് അങ്ങനെ വിശ്വാസമില്ല. യോഹന്നാൻ 14:3 വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളാം. രണ്ടാമത്തെ വരവിൽ അത് സംഭവിക്കുള്ളൂ. അപകാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തന്നെയല്ല, ശവക്കല്ലറകൾ തുറന്നു മരിച്ചവർ ഉദ്ധാരം ചെയ്തു.
അവിടെ ഒരു പ്രധാന സംഗതി, ശവക്കല്ലറകൾ തുറന്നിട്ടേ അവർക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. ഭൂകമ്പം മൂലം കബറുകൾ തുറക്കപ്പെട്ടതായിരിക്കാം, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ട. കബറുകൾ തുറന്നിട്ടേ അവർ പുറത്തു വന്നുള്ളൂ. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് എങ്ങനെയാണ്? മുദ്രയ്ക്ക് പോലും കേടില്ലാതെയാണ്. മുദ്രയ്ക്ക് പോലും കേടില്ലാതെ കബറുകൾ തുറക്കാതെ. പല പെന്തിക്കോസ്തുകാരും പറയുന്നത് പരിശുദ്ധാത്മാവ് ചീറിയടിച്ചു, കബറുകൾ പൊളിഞ്ഞു, മുദ്ര തെറിച്ചുപോയി, കല്ലൊക്കെ മാറ്റപ്പെട്ടു. അങ്ങനെയല്ല. കല്ല് മാറിയത് ഉയർപ്പിന് ശേഷം മാലാഖമെന്ന കല്ല് മാറ്റിയത്. അത് മറിയാമും പത്രോസ് യോഹന്നാനൊക്കെ കാണാൻ വരുമ്പോൾ കയറി കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കല്ലറകൾ തുറത്തു വന്ന ഇവർ വിശുദ്ധന്മാരാണെങ്കിൽ കൂടിയും തേജസ്കരണം കിട്ടിയിട്ടില്ല. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അടുത്ത് പോലെ എത്താനും സാധ്യമല്ല. അതുകൊണ്ടിപ്പോൾ സ്വർഗമില്ല, അല്ലെങ്കിൽ സ്വർഗമില്ല അവർക്ക്, ന്യായവിധിക്ക് ശേഷമുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം പറയും, ദൈവം ഉയർത്തു മഹത്വത്തോടെ ആദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു ആദാമിൻ്റെ മക്കളെ ജീവിപ്പിച്ചു. അത് കർത്താവിൻ്റെ ഉയർപ്പ് മൂലം ആദാമിൻ്റെ മക്കളായി നമുക്കെല്ലാവർക്കും ഉയർപ്പുണ്ട്. മരണത്തോടുകൂടിയല്ല, അവസാനിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദാമിൻ്റെ മക്കളെ ഉയർപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഉയർപ്പിക്കട്ടെ. കുറച്ചുപേർ മാത്രം കർത്താവ് പാർഷ്യാലിറ്റി അടിക്കാൻ പാടും. എല്ലാവരും ഉയർപ്പിക്കണം. ജീവനോടിരിക്കുന്നവർക്ക് തേജസ്കരണം കൊടുത്ത് മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ന്യായവിധി നടത്തി, ന്യായവിധിയിൽ ജയിക്കുന്നവന് കർത്താവിനോട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യാം. അതൊന്നും അവിടെ നടന്നിട്ടില്ല. അതിനെപ്പറ്റി ഇത്ര പകരം വ്യാഖ്യാനിക്കേണ്ട ആരുമില്ല. അതൊരു അത്ഭുതം. ഭൂമി കുലുക്കി പാറകൾ വളർന്ന് ശവക്കല്ലറ തുറന്നു, മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു, ദേവാലയത്തിലെ തരിശീല മേൽത്തോട്ട് അടികളിൽ രണ്ടായി ചീറ്റിപ്പോയി എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് പെടുത്തിയാൽ മതി. ഉയർപ്പിന് ശേഷം മാത്രമേ അവർ പട്ടണത്തിൽ പ്രവേശിച്ചുള്ളൂ. അത് ദൈവനിയോഗമായിരിക്കാം, അതിനെപ്പറ്റി നമ്മൾ ഇരിക്കേണ്ടത്. പക്ഷേ തേജസ്കരണവും മറ്റു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത് ലാസർ ഉയർത്തെഴുന്നേറ്റതുപോലെ, അല്ലെങ്കിൽ നയിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതുപോലെയുള്ള ഒരു ഉയർപ്പായിട്ട് കണ്ടാൽ മതി. ഇപ്പം ശ്ലീഹന്മാർ പലരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ആ ശ്ലീഹന്മാർ മരിച്ചപ്പോൾ അവരോടൊപ്പം പർദീസയിലേക്ക് പോയി എന്നാണോ? അല്ല, ഉയർത്തെഴുന്നേൽപ്പിച്ചവർ പിന്നെയും മരിച്ചിട്ടുണ്ട്. ഇവരും മരിക്കാനുള്ളവരാണ്. തെറ്റായ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകരുത്. യാക്കോബായ സഭയിലച്ഛന്മാരൊക്കെ ഇതൊന്നും അറിയാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നത് ഇവർ യേശുവിനോടൊപ്പം സ്വർഗാരോഹണം ചെയ്തു, ഒരു മേഘത്തിൽ മറഞ്ഞു. മേഘമെന്ന് പറയുന്നത് ഈ സാക്ഷികളുടെ സമൂഹമാണ്. ഈ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ അദ്ദേഹത്തെ പൊതിഞ്ഞു, അതാണ് മേഘം എന്ന് പറയുന്നത്. അത് സാക്ഷാൽ ക്ലൗഡല്ല എന്നൊക്കെ അദ്ദേഹം പറയും. വെളിപാട് 1:7 പറയണം, മേഘാരൂഢനായി വരുന്നു എന്ന് പറയുന്നു. മാലാഖമാർ പൊതിഞ്ഞു വരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം, മേഘത്തിൽ തന്നെ മറയണം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. തെറ്റായ വ്യാഖ്യാനങ്ങളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. മേഘത്തിൽ മറഞ്ഞു എന്ന് തന്നെയാണ്. ആ മേഘം വിശുദ്ധന്മാരല്ല. വെളിപാട് 1:7 പറയുന്നുണ്ട്, അവൻ മേഘാരൂഢനായി വരുന്നു. നടപടി പുസ്തകം 1:9 അവൻ സ്വർഗാരോഹണം ചെയ്ത സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. അവിടെ 1:9 മുതൽ 12 വായിക്കുന്നതൊക്കെ കാണാം. മാലാഖ പറയുന്നതൊക്കെ ഇവൻ പോയതുപോലെ തിരിച്ചു വരുന്നു, മഹത്വത്തിൽ തിരിച്ചു വരുന്ന, ഭൂമിയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടില്ല.
അവൻ മധ്യാകാശത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നു. അത് വേറെ ഭാഗത്തൊക്കെ പറയുന്നത്. അപ്പോൾ വ്യാഖ്യാനങ്ങൾ കൊടുക്കുമ്പോൾ ഒരിക്കലും തെറ്റായിട്ട് വരരുത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിനോട് കൂടെ അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാമെന്ന് പറയുന്നത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് ഇരിക്കുന്നിടത്ത് നമുക്കും ഇരിക്കാമെന്ന് പറയുന്നു. നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആ ജീവൻ ദൈവത്തിങ്കൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായതുകൊണ്ട് നമ്മുടെ ജീവൻ ദൈവത്തിങ്കൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് നമുക്ക് അവനോടുകൂടെ സ്വർഗത്തിൽ അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാമെന്നൊക്കെ പറയുന്നു. പിന്നെ കുറച്ചുകൂടെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നാം മാമോദിസ മുങ്ങി സഭയിൽ അംഗമായി അനുതാപത്തോടും പ്രാർത്ഥനയോടും നോമ്പോടും ഉപവാസത്തോടും കൂടെ അനുതാപത്തോടും കൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ സ്നേഹിച്ച് വിശ്വസിച്ച് കൂദാശകൾ അനുഭവിക്കുമ്പോഴാണ് നാം ഭൂമിയിലാണെങ്കിലും സ്വർഗത്തിൽ അവരുടെ കൂടെ ഇരിക്കുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നുള്ളൂ. അത് ഈ ലോകത്തിലിരിക്കുമ്പോഴുള്ളൂ. മരിച്ചാലത്തെ കാര്യം വേറെയാണ്. ഒന്നുപോലെ പാതാളം അല്ലെങ്കിൽ പ്രദേശത്തിലേക്ക് പോവാം. ഇതൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ ഇതിനകത്തുണ്ട്. രഹസ്യം എന്ന് പറയുന്നത് സീക്രട്ടല്ല, മിസ്റ്ററിയാണ്. ഒരു പെന്തക്കോസ്തുകാരൻ ചോദിച്ചു, ഇത് രഹസ്യമാണെങ്കിൽ പിന്നെ എന്തിനത് ഇങ്ങനെ പ്രത്യക്ഷമായിട്ട് കാണിക്കണേ? ഞാൻ കുർബാന രഹസ്യമാണ്, കൂദാശ രഹസ്യമാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് പറ്റിയില്ല. ഒന്നും അറിയാൻ വയ്യാതെ ഈ പാസ്റ്റർമാർ പറയുന്ന മുഴുവൻ വിശ്വസിച്ച് വേദപുസ്തകത്തിലെ വാക്യങ്ങൾ ശരിക്കും വായിക്കാൻ പോലും അറിയാതെ അതിൻ്റെ വ്യാഖ്യാനം എന്നറിയാതെ ദൈവശാസ്ത്രത്തിൻ്റെ കടിക പോലും പഠിക്കാതെ ചുമ്മാ അങ്ങനെ മറുപടി പറയാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ കൂദാശ സ്വീകരണത്തിൽ കൂടി മാത്രമേ നമ്മൾ അവിടെ ഇരിക്കുന്ന അനുഭവത്തിൽ വരികയുള്ളൂ. ക്രിസ്തു മരിച്ച് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് ലൗകികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. കൂദാശകളൊക്കെ രഹസ്യമാണ്, മിസ്റ്ററിയാണ്. ഇത് ദൈവം വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അത് ക്രിസ്തുവിൽ കൂടി പിതാവിനെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ മിശിഹായുടെ മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ അപ്പോൾ തന്നെ ഉയർത്തു. പട്ടണത്തിൽ കാണപ്പെട്ടത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടത് കർത്താവിന് ഉയർപ്പിന് ശേഷമാണ് എന്നുള്ളതാണ് സത്യം. അതാണ് ശരിയായ വ്യാഖ്യാനവും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.